വട്ടിയൂർക്കാവിൽ ഇതേപോലെ തന്നെ ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് കൗൺസിലറായിട്ടുള്ള ആൾക്കാരെ പിന്നെ മത്സരിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കരമന ജയൻ മത്സരിക്കുന്നുണ്ട്. കരമന ജയൻ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വന്നിരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. കൃഷ്ണകുമാർ ഇത്തവണ സ്ഥാനാർത്ഥിയല്ല. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ട് പിടിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നമ്മൾ കാണുന്നില്ല. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് BJPക്ക് ആണെങ്കിലും പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വട്ടിയൂർക്കാവിൽ പിഴവ് പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, വട്ടിയൂർക്കാവിൽ എന്നോട് ആരായിരുന്നു മോസ്റ്റ് ആപ്റ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ VV രാജേഷിൻ്റെ പേരെ പറയുള്ളായിരുന്നു. അത് മറ്റു കാരണങ്ങൾ കൊണ്ടോ VV രാജേഷ് എന്തെങ്കിലും ഒരു പ്രത്യേകത അദ്ദേഹത്തിനുള്ളത് ഒന്നുകൊണ്ടല്ല. പക്ഷേ BJP തിരുവനന്തപുരത്ത് ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സൃഷ്ടിച്ചു. അതായത് അവർ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളിൽ ഒരിക്കലും കോർപ്പറേഷനെ നമുക്ക് ഭരണത്തിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ആദ്യ സമയത്ത് വളരെ മീഡിയ ഫ്രണ്ട്ലി ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും മറ്റു മാർഗ്ഗങ്ങളിലാണെങ്കിലും ആൾക്കാരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു എയർലി ഇംപ്രഷൻ അവർ നല്ല രീതിയിലേക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വട്ടിയൂർക്കാവ് പോലെയുള്ള ഒരു മണ്ഡലത്തിൽ കുറച്ചുകൂടി സ്വീകാര്യത കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. BJPക്ക് പുറത്തും സ്വീകാര്യനാണ് VV രാജേഷ് അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് അദ്ദേഹം മേയർ എന്ന രീതിയിലത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുകൾ ആൾക്കാരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ വോട്ട് കൊടുത്താൽ കുഴപ്പമില്ല എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരുപക്ഷെ BJPക്ക് ബെറ്റർ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. ശ്രീലേഖയ്ക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ എന്തായാലും VV രാജേഷിന് പറ്റുമായിരുന്നു. പാർട്ടി അണികളുടെ വോട്ട് ഉറപ്പായിട്ടും കിട്ടുമായിരുന്നു, അതിൽ തർക്കമില്ല. അദ്ദേഹം കോർ BJP ആൾ തന്നെയാണ്. പിന്നെ അത് കൂടാതെ ഈ ചുരുങ്ങിയ സമയത്തിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു ഇയർലി ഇംപ്രഷൻ, ആ ഇംപ്രഷൻ വഴിയും അദ്ദേഹത്തിന് വോട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.